എല്ലാവർക്കും ബിജു എസ് ബ്ലോഗ് എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ യാത്ര തിരുവനന്തപുരം ജില്ലയിലെ വിതുരയ്ക്കടുത്തുള്ള ബോണക്കാട് സ്ഥിതി ചെയ്യുന്ന വാഴ്വാന്തോൾ വെള്ളച്ചാട്ടം. വിതുരയിൽ നിന്ന് നമുക്ക് ബോണക്കാടെത്താനുള്ള ദൂരം 16 കിലോമീറ്ററാണ്. അതിൻ്റെ കുറച്ച് ഇടഭാഗത്ത് വെച്ചാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. അതായത് ഈ വനം വകുപ്പിൻ്റെ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് നിന്നാണ് വെള്ളച്ചാട്ടത്തിലേക്ക് തിരിഞ്ഞു പോകേണ്ട സ്ഥലം. ഇത് പാലോട് റേഞ്ചിൻ്റെ കീഴിൽ വരുന്ന സ്ഥലമാണ്. വനം വകുപ്പിൻ്റെ ടിക്കറ്റ് എടുത്ത് വേണം ഇവിടെ നിന്ന് പോകാൻ. 5 പേർക്ക് 1000 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഒരാൾ ഒറ്റയ്ക്കാണെങ്കിൽ നമ്മൾ 4 പേര് വരണ കാത്തിരിക്കണം. 4 പേര് വന്ന ശേഷം നമ്മളും കൂടെ അതിൽ ചേർന്ന് 5 പേരായിട്ട് പോകാം. അപ്പോൾ 1000 രൂപയാവും. നമുക്ക് 200 രൂപ ടിക്കറ്റ് ചാർജ് ആവും. ടിക്കറ്റ് എടുത്ത് ഒരു 850 മീറ്റർ നമുക്ക് വാഹനത്തിൽ സഞ്ചരിക്കാം. അവിടെ നിന്ന് 2.5 കിലോമീറ്റർ നടന്ന് വേണം പോകാൻ. ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പോകാൻ പറ്റിയ സ്ഥലമാണ്. 2.5 കിലോമീറ്റർ നടന്ന് പോകുന്ന വഴിക്ക് ഈ കാണി സമുദായക്കാരുടെ ഊരും വീടുകളൊക്കെ കുറച്ച് ഭാഗത്തൊക്കെ ഉണ്ട്. ഈ 850 മീറ്റർ കഴിഞ്ഞ് നമ്മൾ ഈ നടന്നു പോകുന്ന പാതയെന്ന് പറയുന്നത് ഈ ആറ്റിൻ്റെ സൈഡിൽ കൂടെ ഉള്ള ചെറിയ വഴിയാണ്, ഊട് വഴിയാണ്. ഈ അങ്ങറ്റം വരെ ഈ ആറ്റിൻ്റെ സൈഡിൽ കൂടെ തന്നെയാണ് ഈ വഴി. അതിനെ കൊണ്ടാണ് ഈ മൃഗങ്ങൾ വെള്ളം കുടിക്കാൻ ഇറങ്ങാൻ സാധ്യത കൂടുതലാണ്, പ്രത്യേകിച്ച് ആന. അപ്പോഴും അവിടെ ഉണ്ടായിരുന്നെന്ന് പറയണു ആന. അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് വേണം പോകാൻ. വനത്തിനകത്ത് കയറിയാൽ നമ്മൾ സംസാരിക്കാതായിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ സംസാരിച്ചാൽ അത് മൃഗങ്ങൾക്ക് കേൾക്കാൻ പറ്റും. നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ മൃഗങ്ങളെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. പിന്നെ ഓരോ 500 മീറ്റർ ഇടവിട്ടും ഓരോ ഗൈഡുണ്ട്. അവരെ നിർദ്ദേശങ്ങൾ പാലിച്ച് പോവുക. അത്യാവശ്യം വേണ്ട വെള്ളവും ആഹാരമൊക്കെ കരുതുക. വഴിയിൽ നിന്നും ഒന്നും മേടിക്കാൻ കിട്ടത്തില്ല. അതൊക്കെ കരുതി പോകണമായിരിക്കും നല്ലത്. പിന്നെ അവിടെ ചെന്നാൽ നമുക്ക് കുളിക്കാനുള്ള സൗകര്യം, തുണി മാറാനുള്ള സൗകര്യം എല്ലാം ഉണ്ട്. നല്ലൊരു വെള്ളച്ചാട്ടമാണ്. അതിഭയങ്കരമായ പൊക്കത്ത് നിന്ന് വെള്ളം വീഴുന്ന സ്ഥലമാണ്. പിന്നെ അവിടെയൊക്കെ ഈ വെള്ളം വീണ് ഭയങ്കരമായ കുഴികളുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കുക. ഗൈഡിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചു വേണം പോവാൻ. അവധി ദിവസങ്ങളിൽ വരണമായിരിക്കും നല്ലത്. ശരിക്കും ആൾ കാണും. അല്ലാത്ത ദിവസങ്ങളിൽ ആൾ വളരെ കുറവായിരിക്കും. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ഗൈഡിൻ്റെ കൂടെ ഇവിടെയുള്ളൂ. ഈ വഴിയിൽ അടുത്തടുത്ത് 500 മീറ്റർ ഇടവിട്ട് ഗൈഡ് കാണൂല. അതിനെക്കൊണ്ട് അവധി ദിവസം വരണമായിരിക്കും ഏറ്റവും നല്ലത്. മഴ സീസണിലായിരിക്കും ഈ വെള്ളച്ചാട്ടം കാണാൻ ഏറ്റവും ഭംഗി. ഇപ്പോഴും ഇത്തിരി വെള്ളം കുറവാണ്. എന്നാലും വെള്ളം എപ്പോഴും ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ഇപ്പോഴത്തെ വെള്ളം കുറവാണ്. മഴ സീസണിലാകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. നല്ല തട്ടായിട്ടാണ് വെള്ളം വീഴുന്നത്. അത് കാണാനായിരിക്കും ഏറ്റവും ഭംഗി. പിന്നെ നമുക്ക് പോകാൻ പറ്റുന്ന സ്ഥലത്താണ് വലിയ വെള്ളച്ചാട്ടം. പക്ഷെ അതിൽ നിന്ന് വലിയൊരു വെള്ളച്ചാട്ടമാണ് അതിൻ്റെ തൊട്ട് മുകളിലുള്ളത്. അതിൻ്റെ മുകളിലോട്ട് നമുക്ക് പ്രവേശനമില്ല. പക്ഷെ ഇവിടെ നിന്ന് ശ്രദ്ധിച്ചാൽ നമുക്കത് കാണാൻ പറ്റും, വെള്ളം വീഴുന്നത് അവിടെ. പാസ് കൊടുക്കുന്ന സമയം രാവിലെ 8:30 മുതൽ 1 മണി വരെയാണ്. അതിനുശേഷം പാസ് അനുവദിക്കില്ലെന്നാണ് പറയണത്. കുളിക്കാനും ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നവർ വളരെ സൂക്ഷിച്ചു വേണം ഇറങ്ങാൻ. നല്ല വഴുക്കലാണ്. അതിൻ്റെ മുകളിലോട്ട് ആളിനെ കയറ്റിവിടാത്തന്നെ കാര്യം 2005 ഒരു പയ്യൻ അവിടെ നിന്ന് വന്ന് വീണ് മരിച്ചിട്ടുണ്ട്. അത് ഇവരാണ് അതിൻ്റെ മുകളിലോട്ടുള്ള വെള്ളച്ചാട്ടത്തിലോട്ട് കയറ്റി വിടാത്തത്. പിന്നെ അവിടെ എപ്പോഴും ആനശല്യമുള്ള സ്ഥലമാണ്. ബാക്കി കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം.
ആന ഇറങ്ങാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് അതൊക്കെ. ആന ഇറങ്ങാൻ സാധ്യതയുള്ള ആ ഈ കഴിഞ്ഞ 31-ാം തീയതി 4 മണിക്ക് എനിക്ക് അന്ന് ഇവിടെ ഡ്യൂട്ടിയാണ്. ഇന്ന് കൃത്യം 4 മണിക്ക് ഒരു ഉമ്മയും മോനും കൂടെ ഇതുകൊണ്ട് അവിടെ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് അവിടെ വന്ന് അവർ പരസ്പരം സംസാരിച്ചിരുന്നു. എന്നിട്ട് എൻ്റെ ഇവിടെ വന്നിട്ട് സംസാരിച്ചിട്ട് അതുകൊണ്ട് പോയി ആനപ്പിണ്ട കിടക്കാണ്ട അവിടെ എത്തുമായിരിക്കും. പോകണം അവിടെ നിന്ന് ഒരൊറ്റ ഇറങ്ങി ഇല്ല ഇവിടെ വന്നിട്ട് ഇല്ലങ്ങനെ അങ്ങ് പാസ് ചെയ്ത് പോയി. ഞാൻ ഇവിടെ നിന്ന് ആ മരത്തിൻ്റെ ചോട്ടങ്ങ് മറിഞ്ഞു നിന്നു. അവർ ഇനി താഴെ ഇറങ്ങി പോയതിനു ശേഷം ഒരു 3 മിനിറ്റൊക്കെ ആവുള്ളൂ ഇവിടെ നിന്ന് പാസ് ചെയ്ത്. അത്രയും സമയം അവിടെ അവർ രണ്ടുപേരും കൂടെ അവിടെ സംസാരിച്ചുകൊണ്ട് തന്നെ ഇന്ന് ആന വന്നിട്ട് അങ്ങോട്ട് തന്നെ പോയത്. ഞാനിത് 2ാമത്തെ പ്രാവശ്യം കൂടെ പറഞ്ഞു. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് 7 ആന ഉണ്ടായിരുന്നു ഇവിടെ. അതായത് 5 വലിയ ആന 2 കുട്ടി ആന. അന്ന് പിന്നെ ഞെട്ട് വരായിരുന്നു. ഇത് ഇന്നത്തെ പണിയാണ് ആനേ. ഇന്നുണ്ടായിരുന്നു അവിടെ? ഇന്ന് താഴെ നിങ്ങൾ അവിടെ വന്നപ്പോൾ ഒരാൾ കണ്ടില്ലേ? അതിനെ കുറച്ച് അപ്പുറത്ത് കേട്ട ഇന്ന് കാട്ടാ വെട്ടിയിട്ടിട്ട് അവിടെ പിന്നെ ഇന്ന് ഇക്കരെ വലിച്ച് പോകുന്നുണ്ട്. അവിടേക്ക് പോയോ? അക്കരെ പോയോ? അക്കരെ വലിച്ച് അക്കരെ കയറി. ആന എപ്പോഴും ഉണ്ട്. ഇവിടെയൊക്കെ തന്നെ വലിയാണ്. അതാണ് ഇവിടേക്ക് ഇരിക്കുന്നത്. ഇതിൻ്റെ ഒരു അക്കരെ വലിച്ചിന് ഇക്കരെ കയറി, ഈ വലിച്ചിന് അങ്ങോട്ടും പോയി. കൂട്ടിന് ആരും ഇല്ലായിരുന്നു. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരുമിച്ച് പാസ് എടുത്ത്. ആരൊക്കെയാണെന്തോ പാസ് തന്നു. ഇന്ന് ആനശല്യം ഒന്നും ഇല്ലല്ലോ? ഇല്ല, ആനയെ കണ്ടില്ല. ഉണ്ടായിരുന്നോ? ഇനി പറങ്ങില്ലായിരിക്കല്ലേ? അവിടെ നിന്ന് അങ്ങോട്ടാണ് കയറിയത്. പിന്നെ വൈകിട്ടൊക്കെ പിന്നെ ഈ സൈഡിലുണ്ടെങ്കിൽ എന്നാലും കുഴപ്പമില്ല. പകല് പേടിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഗൈഡുകളുണ്ട്. തനിച്ച് ഇവിടെ ഇരിക്കാതിരുന്നാലും അടുത്ത സ്പോട്ടിൽ ഒരു ഗൈഡ് ഉണ്ട്. അങ്ങനെ ഇരിക്കണമെങ്കിൽ അവിടെ പുള്ളിയുള്ള സ്ഥലത്ത്. ശരി. വേറെ ആരും
ആളുണ്ടോ? ശരിയല്ലേ? ഭയങ്കര തണുപ്പാണല്ലേ? അയ്യോ പോട്ട് നിൽക്കാന ദൂരം ഉണ്ടാക്കി.
കിണറാണ്, ഒരു കിണർ. ആണോ?